ഒരാളുടെ ജീവൻ എടുക്കാൻ മറ്റൊരാൾ തീരുമാനിക്കുന്നത് എപ്പോഴായിരിക്കും? കൃത്യമായി പറയാൻ നമുക്ക് സാധിക്കില്ല. എങ്കിലും എല്ലാ കൊലപാതകങ്ങൾക്ക് പിന്നിലും ഒരാളോടുള്ള പക, പണത്തിനോടുള്ള ആർത്തി, വഴിവിട്ട ബന്ധങ്ങൾ, അങ്ങനെ നീണ്ടുപോകുന്ന കാരണങ്ങളുണ്ടാകും. അത്രമേൽ മനസാക്ഷി നഷ്ടപ്പെട്ട ഒരു മനുഷ്യന് മാത്രമേ മറ്റൊരാളുടെ ജീവൻ എടുക്കാൻ സാധിക്കൂ. സ്വാർത്ഥ താല്പര്യങ്ങളേറിയപ്പോൾ കൊടും ക്രൂരനായി മാറുന്ന മനുഷ്യ സമൂഹത്തിനാണ് ഞാനും നിങ്ങളും അടങ്ങുന്ന ലോകം ഇന്ന് സാക്ഷ്യം വഹിക്കുന്നത്. അതോ ഇതെല്ലാം നടക്കുന്നത് ദൈവത്തിന്റെ സ്വന്തം നാടായ നമ്മുടെ കേരളത്തിലും? പടിവാതിലോളം കാത്തിരിക്കാൻ നമുക്കിനി സമയമില്ല. വാർത്തകളിലെല്ലാം ഇന്ന് നിറയുന്നത് ഉറ്റവരെയും ഉടയവരെയും കൊന്നു തിന്നുന്ന മനുഷ്യമൃഗങ്ങളുടെ കഥകളാണ്. അത്തരത്തിൽ മനസാക്ഷി നടിക്ക ഒരു കൊലപാതകത്തിന്റെ കൊടും ക്രൂരതയുടെ കഥ. ഒരിക്കലും പിടിക്കപ്പെടില്ല എന്ന വിശ്വാസത്തിൽ ചെയ്യുന്ന കൊലപാതകങ്ങളിൽ ഒന്നായിരുന്നു ഇതും. ഒരു ക്രൈം ത്രില്ലർ സിനിമാ കഥ പോലെ ഒരു നാടിനെ ഞെട്ടിച്ച സംഭവം. പോലീസ് ഡയറിയിൽ മാത്രം ഒതുങ്ങിക്കൂടിയ ആ കൊലപാതകത്തിന്റെ നാൾവഴിയിലേക്ക് നമുക്കൊന്ന് പോയി നോക്കാം. ഭാസ്കര കാർണവർ കൊലക്കേസ്. വർഷം 2001. ആലപ്പുഴ ചെങ്ങന്നൂരിലെ നാട്ടുകാർക്ക് ഭാസ്കര കാർണവർ എന്ന ധനികനെ അറിയാതിരിക്കാൻ വഴിയില്ല. സഹായം അഭ്യർത്ഥിച്ചവരിൽ നിന്ന് ഏതൊരാൾക്കും കണ്ണീരോടെ തിരിച്ചറിയേണ്ടി വന്നിട്ടില്ല ആ മണിമാളികയുടെ പടികൾ. പക്ഷേ ഇന്ന് ആ വാതിലുകളിൽ എത്ര തന്നെ മുട്ടി വിളിച്ചാലും സഹായത്തിന്റെ കരങ്ങൾ നീട്ടാൻ കാർണവർ അവിടെയില്ല. സമ്പന്നവും സ്വസ്ഥവുമായി ജീവിതം നയിച്ചിരുന്ന കാർണവർക്കും കുടുംബത്തിനും ഇത്രമേൽ ക്രൂരമായ ഒരു വിധി വന്നതെങ്ങനെ? ഭാര്യയും 2 ആൺമക്കളുമായി സന്തുഷ്ടമായ കുടുംബജീവിതം. ഇളയ മകൻ ബിനു പീറ്റർ. മാനസിക വെല്ലുവിളികൾ നേരിടുന്ന ബിനുവിനെ കൂട്ടായി പത്തനാപുരം ജില്ലയിലെ ഷെറിനെ കാർണവർ കണ്ടെത്തി. സാമ്പത്തികമായി പിന്നോട്ട് നിൽക്കുന്ന കുടുംബം. അമേരിക്കൻ ജീവിതവും കാർണവരുടെ സ്വത്തിന്റെ വിഹിതത്തിന് മുന്നിൽ ബിനുവിന്റെ മാനസിക പ്രശ്നങ്ങൾ ഷെറിനൊരു വെല്ലുവിളിയായി തോന്നിയില്ല. അങ്ങനെ 2001 വിവാഹം കഴിഞ്ഞ് 1 വർഷത്തിനകം ദമ്പതികൾ അമേരിക്കയിലെത്തി. ഷെറിൻ അതിനിടയിൽ ഒരു കുഞ്ഞിന് ജന്മം നൽകി. പതിയെ ഇരുവരും തമ്മിൽ പ്രശ്നങ്ങൾ ആരംഭിക്കാൻ തുടങ്ങി. അമേരിക്കയിലെ ജോലിസ്ഥലത്ത് ഷെറിൻ നടത്തിയ ഒരു മോഷണ ശ്രമത്തിൽ പിടിക്കപ്പെട്ടു. അതോടെ കുടുംബത്തോടെ നാട്ടിലേക്ക് തിരികെ എത്തി. നാട്ടിലെത്തിയ ഷെറിന്റെ അടുപ്പങ്ങൾ കൂടി വന്നു. ആർക്കും എപ്പോഴും സഹായത്തിന് കയറി വരാൻ അധികാരമുള്ള വീട്ടിൽ മറ്റു ചില ആവശ്യങ്ങൾക്കായി ആളുകൾ കയറി ഇറങ്ങി തുടങ്ങി. അങ്ങനെയിരിക്കെ കാർണവറുടെ ഭാര്യ മരണപ്പെട്ടു. അമേരിക്കൻ ജീവിതം അവസാനിപ്പിച്ച് കാർണവർ തിരികെ ജന്മനാട്ടിലേക്കെത്തി. വർഷം 2009. ഓർക്കുട്ടിലൂടെ ഷെറിന്റെ സൗഹൃദ ബന്ധങ്ങൾ വളർന്നുകൊണ്ടേയിരുന്നു. അവരിൽ പലരും കാർണവേഴ്സ് വില്ലയിലെത്തി സ്ഥിരം സന്ദർശകരായി മാറി. ബന്ധങ്ങൾ വല്ലാണ്ട് വളർന്നപ്പോൾ കാർണവർ ഉള്ളപ്പോഴും ഷെറിനെ തേടി ആളുകൾ അവിടെ എത്തിത്തുടങ്ങി. ഒടുവിൽ ഷെറിനാൽ തന്റെ മകൻ വഞ്ചിക്കപ്പെടുകയാണെന്ന് ഭാസ്കര കാർണവർ കണ്ടെത്തി. അടുത്ത ബന്ധുക്കളോട് ഇത് സൂചിപ്പിക്കുകയും ചെയ്തു. ഷെറിന്റെ പേരിലെഴുതിയ വസ്തുക്കളും തിരികെ കാർണവറുടെ പേരിലാക്കി. അനാവശ്യമായി പണം നൽകുന്നത് നിർത്തി. ഇതോടെ ഷെറിന്റെ കണക്കുകൂട്ടലുകൾ പതിയെ പാളിത്തുടങ്ങി. വലിയ തുകകൾ പലരിൽ നിന്നും ഷെറിൻ കടം വാങ്ങാൻ ആരംഭിച്ചു. ഒടുവിൽ കടം വീട്ടേണ്ട ബാധ്യത കാർണവർക്കായി. അങ്ങനെ ഇരിക്കെയാണ് കോട്ടയം തലയോലപ്പറമ്പ് സ്വദേശി ഭാസിദ് അലിയുമായി ഷെറിൻ സൗഹൃദത്തിലാകുന്നത്. പ്രതീക്ഷിക്കാതെ ആ ബന്ധം തീവ്രമായി വളർന്നു. ഓർക്കൂട്ടിൽ നിന്ന് ഷെറിന്റെ കിടപ്പുമുറി വരെ ആ ബന്ധമെത്തി. പണമിരട്ടിപ്പിക്കലിന്റെ വഴിയിൽ തുടങ്ങിയ സൗഹൃദമായിരുന്നു പിന്നീട് പ്രണയത്തിലേക്ക് എത്തിയത്. ഒടുവിൽ ഇരുവരും ഒന്നിച്ചു ജീവിക്കാനുള്ള പദ്ധതികൾ ആരംഭിച്ചു. അപ്പോഴാണ് കാർണവേഴ്സ് വില്ലയിലെ വിൽപത്രത്തിൽ തന്റെ പേരില്ലെന്ന് ഷെറിൻ മനസ്സിലാക്കിയത്. അവിടെ നിന്ന് ആരംഭിക്കുകയാണ് ഗൂഢാലോചനയുടെ ആദ്യ പടി. നവംബർ 6 രാത്രി 2 സുഹൃത്തുക്കളോടൊപ്പം വന്ന ഭാസിദ് സുഹൃത്തുക്കളെ പുറത്തു നിർത്തി ഷെറിന്റെ കിടപ്പറയിലെത്തുന്നു. കുറച്ചുനേരം സംസാരിച്ച് തിരികെ പോകുന്നു. അടുത്ത ദിവസം മൂവർ സംഘം അവിടെ എത്തുന്നു. പക്ഷേ അയൽക്കാരന്റെ ശ്രദ്ധപ്പെട്ടതോടെ അവിടെ നിന്നും താൽക്കാലികമായി മാറുന്നു. ഒടുവിൽ അരമണിക്കൂറിന് ശേഷം മടങ്ങി വരുന്നു. അവർക്കുള്ള വഴിയൊരുക്കി ഷെറിൻ കാത്തിരുന്നു, ഒന്നും അറിയാത്ത പോലെ. ആദ്യം കാർണവരെ ക്ലോറോഫോം നൽകി മയക്കി കിടത്താൻ ശ്രമം. എന്നാൽ കാർണവർ അത് തടഞ്ഞു.
ഒടുവിൽ ബാസിദ് അലി അയാളെ കഴുത്തു ഞെരിച്ചു കൊന്നു. പിന്നീട് നടന്നത് ഷെറിന്റെയും ബാസിദിന്റെയും ഗൂഢാലോചനയുടെ പകർപ്പ്. അടുക്കളയിൽ നിന്നും മുളകുപൊടി കാരണവരുടെ മുറിയിലൊക്കെ വിതറി. ആ മുറിയിൽ നിന്നും എടുക്കാവുന്നതൊക്കെ എടുത്തു. ഒരു മോഷണ ശ്രമത്തിന്റെ എല്ലാ രംഗപ്രവേശനവും അവിടെ അവശേഷിപ്പിച്ചു. അവർ പഴയ രീതിയിലേക്ക് മടങ്ങി. പിറ്റേന്ന് രാവിലെ ജോലിക്കാരുടെ നിലവിളി കേട്ടാണ് ആ നാടാകെ ഉണരുന്നത്. ഭാസ്കരക്കാരനവർ കൊല്ലപ്പെട്ടിരിക്കുന്നു. കാർണിവസ് വില്ലയിലെ മോഷണ ശ്രമത്തിന്റെ കഥ നാടാകെ പടർന്നു. ചെങ്ങന്നൂർ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. മരണം നടന്ന വീടായതുകൊണ്ട് തന്നെ വലിയ ചോദ്യചെയ്യലുകളൊന്നുമില്ലാതെ ഷെറിൻ രക്ഷപ്പെട്ടു. മോഷണ ശ്രമം എന്ന ആദ്യ നോട്ടത്തിൽ തന്നെ വിശ്വസിച്ചിരുന്ന പോലീസിന് പക്ഷെ ഷെറിന്റെ മൊഴിയിൽ എന്തൊക്കെയോ പൊരുത്തക്കേടുകൾ തോന്നി. കൃത്യം നടന്ന ദിവസം ആ വീട്ടിലെ ആരും ഇത്ര അതിക്രമത്തിന്റെ അനക്കം അറിഞ്ഞിരുന്നില്ല. ആ വീട്ടിലെ നായ്ക്കൾ പോലും അന്ന് കുരച്ചില്ല. മുറിയിൽ വിതറിയിരുന്ന മുളകുപൊടി അതേ വീട്ടിലെ എന്നത് തന്നെ കണ്ടെത്തിയതോടെ ഷെറിന്റെ കപടമുഖം പയ്യെ ഇടിഞ്ഞു വീഴാൻ ആരംഭിച്ചു. അതോടെ മരുമകൾ ഷെറിന്റെ ക്രൂരത പോലീസിന് ഉറപ്പായി. അയൽക്കാരെ ചോദ്യം ചെയ്തപ്പോൾ തലേന്ന് രാത്രി ബാസിദിനെയും കൂട്ടാളികളെയും കണ്ടെന്ന മൊഴി പ്രതിയിലേക്ക് പോലീസിനെ കൂടുതൽ അടുപ്പിച്ചു. കാരണവരും ഷെറിനും തമ്മിലുള്ള സ്വരച്ചേർച്ച കഥകളും പോലീസിലെത്തി. തലേന്ന് രാത്രി ഉറക്കഗുളിക വാങ്ങി നൽകണമെന്ന് ഡ്രൈവറോട് ഷെറിൻ ആവശ്യപ്പെട്ടെന്ന് അയാൾ പോലീസിനോട് മൊഴി നൽകി. ഒടുവിൽ ഷെറിനിലേക്കുള്ള വഴി പോലീസിന് എളുപ്പമായി. ബാങ്ക് ലോക്കർ തുറന്നപ്പോൾ കിട്ടിയ കുറിപ്പുമേൽ പറഞ്ഞതെല്ലാം സാധൂകരിക്കുന്നതായിരുന്നു. അങ്ങനെ ഷെറിന്റെ ഫോൺ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഒരേ നമ്പറിലേക്കുള്ള പലപ്പോഴുള്ള തുടരെയുള്ള കോളുകൾ കൊലപാതകം നടന്നതിന് അടുത്ത ദിവസവും ശേഷവും അതുതന്നെ സംഭവിച്ചു. ഒടുവിൽ ബാസിദിലേക്ക് പോലീസ് എത്തി. ഷെറിന് കുറ്റസമ്മതം നടത്തേണ്ടി വന്നു. പിന്നീട് കൂട്ടാളികളും പോലീസ് കണ്ടെത്തി. കൊലപാതകം നടന്ന് 1 മാസം പിന്നിടുമ്പോൾ കൂട്ടാളികളെ കർണാടകയിൽ നിന്നും പിടിയിലായി. അങ്ങനെ ഷെറിന്റെ കാമകേളികളുടെയും അത്യാർത്ഥിയുടെയും കഥകൾ നാടെങ്ങുമെത്തി. കോടതി വിധി വന്നപ്പോൾ 1-ാം പ്രതി ഷെറിന് 3 ജീവപര്യന്തം, ബാസിദിന് ഇരട്ടി ജീവപര്യന്തം, മറ്റു കൂട്ടാളികൾക്ക് ജീവപര്യന്ത തടവ്. ഷെറിന്റെ മന്ത്രിതലത്തിൽ പെട്ടെന്ന് മന്ത്രിസഭയിൽ ശുപാർശ വന്ന ഒരു മന്ത്രി അതിന് മുമ്പിൽ നിൽക്കുന്നു എന്നറിഞ്ഞു. പെട്ടെന്ന് ഇങ്ങനെ ഒരു തീരുമാനം കണ്ണൂർ ജയിൽ സൂപ്രണ്ടിന്റെ വാർത്തയിൽ കാണാനിടയായി, മാധ്യമങ്ങളിലൂടെ കാണാനിടയായി. അവരുടെ പരിഗണന, സ്വഭാവ സർട്ടിഫിക്കറ്റ് എല്ലാം നല്ലതാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ മോചിതമാകാൻ അവർ തീരുമാനമെടുത്തത്. ഇപ്പോൾ ഈ ഗവൺമെന്റ് നമ്മൾ കുറ്റപ്പെടുത്തുകയല്ല, പക്ഷേ എന്തിനിത്ര തിടുക്കത്തിന് ഒരു കുറ്റം ചെയ്ത അല്ലെങ്കിൽ കുറ്റവാളി, ആ കുറ്റവാളിയെ ശിക്ഷ മൊത്തം കിട്ടണം. ഇത്രയും പരോള് കിട്ടുക എന്ന് പറയുമ്പോൾ കേരളത്തിൽ ഇനി കുറ്റകൃത്യം വർദ്ധിക്കുക. കാരണം എല്ലാവർക്കും ഒരു നിസ്സാരമായിട്ട് തോന്നിയിരിക്കുക, കുറ്റം ചെയ്താൽ ജയിലിൽ ചെന്നാൽ ഇത്രയൊക്കെ ഉള്ളൂ. കാരണം വധക്കേസിൽ പ്രതി ഷെറിൻ ഉണ്ടായിരുന്നു. അപ്പോൾ മറ്റുള്ള തടവുകാരെ പോലെ അവർ ക്യൂരിൽ നിന്നിട്ട് ഭക്ഷണമൊന്നും വാങ്ങിയിരുന്നില്ല. അവർക്ക് 3 നേരവും അവർക്ക് ഉള്ള ഭക്ഷണം അവിടുത്തെ ജയിൽ സ്റ്റാഫുകൾ അവർ പറയുന്ന ഭക്ഷണം അവർക്ക് പുറമെ നിന്ന് വാങ്ങി കൊടുക്കാറാണ് പതിവ്. പിന്നെ അത് മാത്രമല്ല അവർ സ്വന്തമായിട്ട് അവരുടെ കയ്യിൽ മൊബൈൽ ഫോൺ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ കാണിച്ചുകൊണ്ട് ഞാൻ ആദ്യം അവിടുത്തെ സൂപ്രണ്ടിന് പരാതി കൊടുത്തു. സൂപ്രണ്ടിന് പരാതി കൊടുത്തിട്ട് പ്രത്യേകിച്ച് നടപടിയൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അതിന് ശേഷം ബ്ലൂ ബ്ലാക്ക് മെയിലിംഗ് കേസിൽ ബിന്ധ്യാസ് തോമസ് അവിടെ കിടന്നിരുന്നു. അപ്പോൾ ബിന്ധ്യാസ് തോമസിന് കൊടുക്കാനായിട്ട് ഫോൺ അവളുടെ ഷെറിൻ്റെ കയ്യിലുണ്ടായിരുന്ന ഫോൺ ബിന്ധ്യാസിന് കൊടുത്തു. അപ്പോൾ ഞാൻ ആ ഫോൺ പിടിച്ച് വാങ്ങിയിട്ട് അതിൻ്റെ നമ്പറൊക്കെ എടുത്തു. അവർ ആ സമയത്ത് വിളിച്ച ഫോൺ നമ്പർ അടക്കം എടുത്തിട്ട് സൂപ്രണ്ടിന് പരാതി കൊടുക്കണ്ടായി. ആ സമയത്തും സൂപ്രണ്ട് നടപടിയൊന്നും എടുത്തില്ല. എൻ്റെ ഈ പരാതി ജയിൽ സൂപ്രണ്ട് അറിയാതെ ഏത് സ്റ്റാഫ് സഹായിച്ചിട്ടാണ് പുറത്തേക്ക് പോയതെന്നാണ് അവർക്ക് അറിയേണ്ടിയിരുന്നത്. പിന്നെ അവിടുത്തെ വെൽഫെയർ ലക്ഷ്മി മാഡം ഒരു 3 പേരും കൂടി തന്നെ ചോദ്യം ചെയ്തു. മാത്രമല്ല ഈ പ്രദീപ് സാറ് ആഴ്ചയിൽ ഒരു ദിവസം എന്ന് പറയുന്ന പോലെ വൈകുന്നേരം ലോക്കപ്പിന് ശേഷം ഷെറിനെ കാണാൻ വരാറുള്ളൊരു വ്യക്തിയാണ്. ഷെറിനെ ലോക്കപ്പിന് ശേഷം ഒരു 7 മണിക്ക് ശേഷമൊക്കെ ഷെറിനെ ലോക്കപ്പിൽ നിന്ന് ഇറക്കിയാൽ ഒരു 1.5-2 മണിക്കൂറിന് ശേഷമാണ് ഷെറിനെ തിരിച്ച് ലോക്കപ്പിൽ കയറ്റാറ്. അതിനുശേഷം ഒരു മാസത്തിന് ശേഷം ഞാൻ ജാമ്യത്തിൽ ഇറങ്ങിയതിന് ശേഷം അന്നത്തെ DGP സെൻകുമാറിന് ഈ വിവരങ്ങളെല്ലാം വെച്ചിട്ട് ഞാൻ പരാതി അയക്കേണ്ടായി. ടെക്നോളജി ജയിലിൽ അന്തേവാസികളെ അപമാനിക്കുന്ന തരത്തിൽ ഞാനൊരു പ്രസ്താവന നടത്തി എൻ്റെ പേരിൽ നടപടി എടുക്കുന്നുണ്ട് സാർ അയച്ചു. ആ 392 പ്രകാരം ശിക്ഷിക്കപ്പെട്ടിട്ടുള്ള കാലയളവ് കഴിഞ്ഞിട്ട് പരോൾ അനുവദിക്കാൻ പാടുള്ളൂ എന്നാണ് ജയിലിൽ പ്രസന്റ് റൂൾസിൽ അങ്ങനെയാണ് പറയുന്നത്. ഇത് നല്ല നടപ്പെന്ന് പറയുമ്പോൾ ജയിലിൽ ഫോൺ ഉപയോഗിക്കുക, ജയിൽ ഉദ്യോഗസ്ഥർ ഭീഷണിപ്പെടുത്തുക, സ്വന്തം വസ്ത്രം വരെ ജയിലിലത്തെ മറ്റു തടവുകാരെ കൊണ്ട് കഴിയിപ്പിക്കുക, സ്വന്തം പ്ലേറ്റ് കഴിക്കുക. ഷെറിൻ ഇറങ്ങുന്നതുകൊണ്ട് എനിക്ക് പരാതിയൊന്നുമില്ല, ഷെറിൻ ഇറങ്ങിക്കോട്ടെ. പക്ഷേ ഷെറിൻ ഇറങ്ങുന്നതോടൊപ്പം ആ മറ്റേ 19-20 വർഷത്തോളമായിട്ട് കിടക്കുന്ന മറ്റ് ആ സ്ത്രീകളെയും കൂടി ഇറക്കണമെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. പുറത്തിറങ്ങി സ്വത്തുക്കൾ കൈക്കലാക്കാനുള്ള ഷെറിന്റെ ശ്രമങ്ങൾ ഇന്നും തുടരുകയാണ്. സാമ്പത്തികമായി താഴേക്കിടയിൽ കിടന്നൊരു പെൺകുട്ടി മണിമാളികയിലെത്തിയപ്പോൾ
സ്വന്തം അമ്മായിയച്ഛനെ കൊലപ്പെടുത്തി സ്വത്തുക്കൾ കൈക്കലാക്കി കാമുകനോടൊപ്പം പോകാൻ ശ്രമിച്ചപ്പോൾ സംഭവിച്ച കൊടും ക്രൂരതയുടെ കഥയായി കാർണവർ കേസ് ഇന്നും ആ നാടിനെ നടുക്കുന്നു. മനുഷ്യത്വം നശിച്ച ഈ സമൂഹത്തിന്റെ കഥകൾ ഇനിയും ഏറെയുണ്ട് പറയാൻ. നാളെ ഞാനോ നിങ്ങളോ എന്നറിയാതെ ഈ കാലത്തിന്റെ വെല്ലുവിളികൾക്ക് മുന്നിൽ നിയമത്തിന്റെ ഭയത്തിൽ കുറ്റകൃത്യങ്ങൾ നശിച്ചുപോയൊരു കാലമുണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.